മലയാളത്തിൻ്റെ സൂപ്പർ സ്റ്റാറും പ്രേക്ഷകരുടെ പ്രിയ നടനുമായ സുരേഷ് ഗോപി തൻ്റെ രാഷ്ട്രീയ നിലപാട് വ്യക്തമാക്കിയ ആളാണ്. അതിനാൽ തന്നെ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അദ്ദേഹം BJPക്ക് വേണ്ടി തൃശ്ശൂരിൽ മത്സരിച്ചിരുന്നു. തിരഞ്ഞെടുപ്പിൽ അദ്ദേഹം 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടെങ്കിലും ശക്തമായിട്ടുള്ള സാന്നിധ്യം അറിയിക്കാനായി സാധിച്ചു. ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും ആസന്നമായിരിക്കെ ശക്തമായ പ്രചരണ പരിപാടികളിൽ സജീവമായിരിക്കുകയാണ് സുരേഷ് ഗോപി. നിലവിൽ ഇടതു വലതു പക്ഷങ്ങൾ നേരിടുന്ന പ്രതിസന്ധികളെക്കുറിച്ച് മാധ്യമപ്രവർത്തകരുമായി സംസാരിക്കവെയാണ് ഇക്കാര്യങ്ങൾ സുരേഷ് ഗോപി വ്യക്തമാക്കിയിരിക്കുന്നത്. നിലവിൽ ഇടതുപക്ഷത്തിന് സ്വർണ്ണക്കടത്ത്, മയക്കുമരുന്ന്, ലൈഫ് മിഷൻ, കിഫ്ബി തുടങ്ങി പല പ്രശ്നങ്ങൾ നേരിടുന്നു. അതേസമയം തന്നെ വലതുപക്ഷത്ത് സരിത, ബാർക്കോഴ, പാലാരിവട്ടം പാലം തുടങ്ങി പല വിവാദങ്ങളിലും പല നേതാക്കളും അന്വേഷണ ഏജൻസികളുടെ നിരീക്ഷണത്തിലാണ്. അപ്പോൾ ഈയൊരു സാഹചര്യത്തിൽ ഈയൊരു കാര്യത്തെ എങ്ങനെയാണ് കാണുന്നത് എന്ന് ചോദിച്ചപ്പോൾ സുരേഷ് ഗോപി പറഞ്ഞ മറുപടി ഇപ്രകാരമാണ്: അന്വേഷണങ്ങൾ എങ്ങനെയായിത്തീരുമെന്ന് ഇപ്പോൾ വ്യക്തമല്ല. അന്വേഷണത്തിൻ്റെ അനന്തരഫലങ്ങളും അറിയില്ല. പക്ഷേ ഞാൻ തികഞ്ഞ ഈശ്വരവിശ്വാസിയാണ്. ഒരാളുണ്ട്, ആരെയും വെറുതെ വിടില്ല. ഞാൻ സ്ഥാനാർത്ഥിയല്ല, അതുകൊണ്ട് നെഞ്ചത്ത് കൈവച്ച് പറയുന്നു, എൻ്റെ അയ്യൻ, എൻ്റെ അയ്യൻ. ഇതായിരുന്നു സുരേഷ് ഗോപി തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞത്. തീർച്ചയായും അദ്ദേഹം ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ വിശ്വസിക്കുന്നുണ്ട്. ഇലക്ഷൻ ആസന്നമായിരിക്കെ തീർച്ചയായും അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ വ്യക്തമാക്കിയത് തികച്ചും സ്വാഭാവികമാണ്. അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം, കേരളത്തിൽ എവിടെ BJPക്ക് ഭരണം ലഭിച്ചാലും അവിടെ മികവ് കാണാം. അതാണ് മറ്റു പാർട്ടികൾ ഭയക്കുന്നതെന്നും അദ്ദേഹം തുറന്നു പറഞ്ഞു. ഈ 2 ഇലക്ഷൻസും മുന്നിൽ നിൽക്കെ തന്നെ ശബരിമല വിഷയം വീണ്ടും ശക്തമായിട്ടുള്ള ഒരു ചർച്ചയാക്കാനുള്ള നീക്കമാണ് ഇതെന്ന് തീർച്ചയായിട്ടും സുരേഷ് ഗോപിയുടെ വാക്കുകളിലൂടെ നമുക്ക് വ്യക്തമാക്കാം. ഇതേക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകൾക്കും മറ്റുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.